നമസ്കാരം. ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സമാധാനത്തോടെ ഒന്ന് ശ്വാസം വിടാനുള്ള സാഹചര്യം പോലും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്. എന്നും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ഭരിച്ചു മുടിപ്പിച്ച മുഹമ്മദ് യൂനിസിനെ ഇനി ജനങ്ങൾക്ക് ആവശ്യമില്ലെന്ന നിലപാട് തന്നെയായിരുന്നു ജനങ്ങൾക്ക്. ഇതിന്റെ പശ്ചാത്തലത്തിൽ യൂനിസിന്റെ രാജിയായിരുന്നു ബംഗ്ലാദേശിന് ആവശ്യം. ഇപ്പോഴത്തെ 10 മാസത്തിന് ശേഷം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണ നേതാവ് മുഹമ്മദ് യൂനിസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും തെരഞ്ഞെടുപ്പിനുള്ള വിശദമായ രൂപരേഖ ഉചിതമായ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് യൂനിസ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശക്തമാക്കി വരുന്നതിന് ഇടയിൽ കൂടെയാണ് മുഹമ്മദ് യൂനിസിന്റെ പ്രഖ്യാപനം. ഈ വർഷം ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നായിരുന്നു BLPയുടെ ആവശ്യം. യൂനിസിന്റെ സർക്കാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വിമർശിച്ച BLPയുടെ ആക്ടിംഗ് ചെയർമാൻ താരിഫ് റഹ്മാന്റെ നേതൃത്വത്തിൽ ധാക്കയിൽ വലിയ റാലിയും നടന്നിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിന് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൂടെ അന്ത്യം കുറിച്ചതിന് പിന്നാലെയായിരുന്നു ബംഗ്ലാദേശിന്റെ താൽക്കാലിക സർക്കാരിന്റെ ചുമതലയിലേക്ക് നോബൽ സമാധാന ജേതാവ് മുഹമ്മദ് യൂനിസ് എത്തിയത്. സർക്കാർ ജോലികളിലെ 30% കോട്ടാ സംവരണങ്ങൾ എതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായ വലിയ പ്രതിഷേധമായി മാറുകയായിരുന്നു. പ്രതിഷേധം രാജ്യത്ത് വലിയ കലാപത്തിന് തന്നെ തുടക്കം കുറിച്ചു. ഈ കലാപത്തിൽ 3 ആഴ്ചക്കിടെ 1000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 3500-ലധികം പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇതാണ് ഔദ്യോഗിക വിവരം. പ്രക്ഷോഭം ശക്തമായതോടെ ഹസീന ഹെലികോപ്റ്റർ മുഖേന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. ഇതിനെ തുടർന്നാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് മുഹമ്മദ് യൂനിസിനെ ചീഫ് അഡ്വൈസറായി നിയമിക്കുന്നത്. അതേസമയം ഭരണ നീതിന്യായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളായിരുന്നു യൂനിസിന്റെ താൽക്കാലിക സർക്കാർ ഏറ്റെടുത്ത പ്രധാന ഉത്തരവാദിത്തങ്ങൾ. ഹസീനയുടെ ഭരണകാലത്ത് അഴിമതി, മോശം ഭരണം, സ്ഥാപനങ്ങളുടെ തകർച്ച എന്നിവ ബംഗ്ലാദേശിനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നൊക്കെയാണ് യൂനിസ് അവകാശപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കൽ, ഭരണഘടനാ പരിഷ്കരണങ്ങൾ എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട്. 2024 ഡിസംബറിൽ യൂനിസ് 2025 അവസാനം മുതൽ 2026 ജൂൺ വരെ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും പരിഷ്കരണങ്ങളുടെ പുരോഗതി കൂടി കണക്കിലെടുത്ത് 2026 ഏപ്രിലേക്ക് നീട്ടുകയായിരുന്നു. BLPക്ക് പുറമെ തെരഞ്ഞെടുപ്പ് നടത്താൻ സൈന്യത്തിന്റെയും ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. സൈന്യത്തിന്റെ തലവൻ ജനറൽ വേക്കൽ ഉസ് സമാനായിരുന്നു 2025 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ഇത് യൂനിസിനും സൈന്യത്തിനും ഇടയിൽ ശീതയുദ്ധമെന്ന് വിശേഷിക്കപ്പെട്ട സംഘർഷത്തിനും കാരണമായി. ഇതോടെ ഈ വർഷം മെയ്യിൽ യൂനിസ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉപദേശകർ അദ്ദേഹത്തെ തുടരാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനം, പോലീസ്, ജുഡീഷ്യറി, അഴിമതി വിരുദ്ധ കമ്മീഷൻ, പൊതുഭരണം, ഭരണഘടന എന്നീ മേഖലകളിൽ യൂനിസ് ഭരണകൂടം പരിഷ്കരണം നടത്തുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയുടെ രജിസ്ട്രേഷൻ സുപ്രീം കോടതി പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.